ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. എന്താണ് വിശേഷം? സുഖാണോ? അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഒരു ഡൈമ ലൈഫ് എടുക്കാൻ എത്തിയിട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വീട്ടിൽ പോട്ടെ. ഒരു മിനിറ്റ്, ഒരു കാര്യം മറന്നുപോയി. ഞാൻ എൻ്റെ പല്ലിൽ ക്ലിപ്പ് ഇടാൻ മറന്നുപോയി ഗൈസ്. അത് ഇടട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ ക്ലിപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ലിബാം ഇട്ടിട്ടേ, അല്ലാണ്ട് ലിപ്സ്റ്റിക് അല്ല കേട്ടോ. എനിക്ക് ലിബാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ലിബാം ഉണ്ട്. എൻ്റെ കുട ഭയങ്കര വിറ്റ കേസൊക്കെ നിങ്ങൾ കുടൻ്റെ കാൽ ചെറുതാ. അപ്പം അത് പിടിച്ചിട്ടാണ് പോണത്. കുട ശരിയാക്കിയിട്ടില്ല, ശരിയാക്കണം. കാല് കണ്ടോ പറ്റ കൊല്ലിയതാ. എനിക്ക് ഇങ്ങനെ പിടിച്ച് പോകാൻ ഒരു മടിയുണ്ട്. പക്ഷെ കുഴപ്പമില്ല, മഴ നനയാതെ പോകാലോ. ഇവിടെ ഉമ്മരത്തൊക്കെ ഫുള്ള് വെള്ളമാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ വെള്ളമാണ്. ഇവിടെയൊക്കെ മരത്തൊക്കെ വെള്ളാട്ടോ. ഇയ്യമോളെ ഇതാക്കണോ? ഇയ്യമോളെ നടക്ക്. അപ്പം നമ്മൾ പോവാട്ടോ. കുറേ ഇല്ലേ ഇപ്പോൾ ഡൈമി ലൈഫ് ചെയ്തിട്ട്. ഇത്ര 3-4 ദിവസമായി തോന്നുന്നുണ്ട്. 4-5 ദിവസമായി. അപ്പം ഇന്നൊരു ഡൈമി ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് എടുത്തതാട്ടോ. ഓട്ടുമലൊക്കെ വെള്ളമാണ്, ചളി വെള്ളം. ചളിവെള്ളം 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 ഗൈസ്. അപ്പോൾ ഗൈസ്, എൻ്റെ കോട കണ്ടിട്ട് എല്ലാവരും ചിരിക്കുക. എനിക്കെൻ്റെ ചിരി തന്നിട്ട് അയ്യോ മാറാല. ഒക്കെ വെള്ളം ഒളിച്ചുകൊണ്ട് കേട്ടോ. റോട്ടുമ്പോൾ കൂടി പോക്കൂട്ടയ്യാ. വണ്ടി വരുമ്പോൾ മാത്രം അരുവൊക്കെ നിന്നാൽ മതി. ഇതൊക്കെ ഗൈസ് റോട്ടുമ്മൽ തിരമാല പോലെ. ഗൈസ് മഴ പെയ്തിട്ടുണ്ട്. ഒരു നിശബ്ദത പോലെ ഉണ്ട്. പച്ചപ്പ് എന്ത് രസാ കാണാൻ. എൻ്റെ കുട ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചണം ഗൈസ്. അപ്പം നമ്മൾ പരിക്ക് കുറച്ചേൻ്റെ എത്തിട്ടോ. ഇവിടെ എന്തോ മരണം ഉണ്ടായിരുന്നു തോന്നണം. അതാണ് പീടിയൊക്കെ അടച്ചോണ്ട് ഗൈസ്. ഇന്ന് രാവിലെ വിളിച്ചറിഞ്ഞേന് മരിച്ചത്. അതാ തോന്നുന്നുണ്ട്. പീടികളൊക്കെ അടച്ചോണം ഗൈസ്. ഇവിടെയൊക്കെ വെള്ളമായിക്കൊണ്ട് നല്ല രസമൊക്കെ കാണാൻ. എനിക്ക് ഇറങ്ങി നടക്കാനൊക്കെ തോന്നുന്നുണ്ട്. മഴയുടെ ശക്തി കൂടി. ഇങ്ങനെ പിടിച്ച് പോടാ. ചെരിച്ചു പിടിച്ച അങ്ങനെ പിടിച്ചു. ഇങ്ങോട്ടേക്ക് എൻ്റെ വലത്തേ ഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ച്. എന്നാലും വേഗത്ത് കൊള്ളാവൂല. നല്ല മഴയാണ്. നടക്ക് നടക്ക്. ഞങ്ങൾ ഏകദേശം എത്താനായിട്ടോ. ഞാൻ വീട്ടിൽ പോയാലും ആരും കാണിക്കൂല കേട്ടോ. ഈ കുട ഭയങ്കര റിസ്ക്കാണ് കൈസ്. പക്ഷേ നഞ്ഞ് പോണ്ടല്ലോ കരുതിയിട്ടാണ് ഈ കുടന്നെ എടുത്തത് കേട്ടോ. നല്ല മഴ. അയ്യോ നല്ല മഴ, നല്ല മഴ. ഓട്ടുമ്മ നല്ല മഴ. ഫോണക്ക് വെള്ളമായതൊന്നും അറിയില്ല. വാ റോട്ടിൽ കണ്ടോ നമ്മൾ കടലിൽ തിരമാല കാണൂലേ, അതേപോലെ റോട്ടുമ്മൽ കണ്ടോ ഇങ്ങനെ വെള്ളം വരുന്നേ. നടക്ക്. എൻ്റെ വീട്ടിലേക്ക് എത്തിട്ടോ ഗൈസ്. നനഞ്ഞു ഗൈസ്, ആകെ നനഞ്ഞു. ഇവിടൊക്കെ വെള്ളമാണ്. ഇത് പനിക്കൂർക്കൽ കേട്ടോ. ഇവിടെ ചെടികളൊക്കെ ഉണ്ട്. എത്തിട്ടോ. നഞ്ഞു, ആകെ നഞ്ഞു. ആകെ നഞ്ഞു. പിന്നെ ഇവിടെ വാഴക്കൊല കേട്ടോ. ഞാനിനി ഇവിടുന്ന് ഫുഡ് കഴിക്കും, നിസ്കരിക്കും. ഇതിന് വൈകുന്നേരം പോയി കേട്ടോ. ഇവിടൊക്കെ വെള്ളം ചാടുക. മഴ പെയ്താൽ അതാണ് ഇവിടുത്തെ അവസ്ഥ.
അടിപൊളി മഴ, സൂപ്പർ, നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഉച്ച സമയമായിട്ടോ, ഞാൻ പോയത് തന്നെ 12:30 ഞാൻ പോയത്. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് അടിപൊളി. എനിക്കൊരു ഇസമോക്കും കൂടെ വിളമ്പിയാട്ടത്, അതാണ് ഇത്ര തോനെ. അപ്പോൾ അത് കഴിക്കട്ടെ. 10 മണികളെ. അപ്പം ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടോ. ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ എന്തോ ഒരു ചോറുണ്ടായിരുന്നു, എന്താ സുർക്കേ എന്തോ എന്ന് പറഞ്ഞിട്ട്, സുറുമിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ചോറില്ലേ, മന്തി റൈസ് വെച്ചിട്ട് അതുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബിരിയാണി കഴിച്ചു, അത് മറ്റേത് കഴിച്ചില്ല. ആ കുറച്ചുണ്ടായിരുന്നുള്ളൂ. നമ്മളിവിടെ ഒരു ആണ്ടുണ്ടായിരുന്നു, ആണ്ടിന് കിട്ടിയതാണ്. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ബിരിയാണി കഴിക്കാൻ പറ്റി. ഇനിയിപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരു അസറിന് ശേഷം കോട്ടേഴ്സ്ക്ക് പോകും. അപ്പോൾ മഴ എപ്പോഴും ഉണ്ട്, നേരത്തെ പോലത്തെ ശക്തിയിൽ മഴയല്ല, ചെറുതായിട്ട് ഉണ്ട്. നടന്നു പോകാൻ പറ്റില്ല, നനയും, അങ്ങനത്തെ ഒരു മഴ ഉണ്ട്. പിന്നെന്താണ് വിശേഷം? ആ മറ്റേ ചോറിൻ്റെ പേര് സുർബാനിയോ അങ്ങനെ എന്തോ കേട്ടോ, സുർബാനി. പിന്നെ ചിക്കൻ ബിരിയാണി ആട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ചു. പിന്നെന്താണ് ഗൈസ് വിശേഷം? ശരിക്കും ഈ മഴ സമയത്ത് ഈവനിങ്ങിൽ അവിടെ നിന്ന് ഒരാൾ നോക്കുന്നുണ്ട്. ശരിക്കും ഈ മഴ സമയത്ത് നല്ല കട്ടൻ ചായയും നല്ല സുലൈമാനിയും ചൂട്, ഒന്നെങ്കിൽ പഴംപൊരി അല്ലെങ്കിൽ പരിപ്പ് വട, സൂപ്പർ. പിന്നെ ചായയും പരിപ്പ് വടയും പഴംപൊരി അല്ലാതെ സ്വീറ്റ് കോണില്ലേ, അതും നല്ല രസമായി. ജസ്റ്റ് നല്ല ചൂടോട് കൂടി കഴിക്കുക. ആ ചൂടോട് കൂടി കഴിക്കുന്ന സമയത്ത് കുറച്ച് ബട്ടറും കുരുമുളക് പൊടിയൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാം, സൂപ്പറാണ്. അങ്ങനെ ചെയ്ത് നോക്കൊണ്ടു കേട്ടോ ഞങ്ങൾ. അപ്പം ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഊരി വെച്ചാട്ടോ ഇനിയിപ്പോൾ ഇടും. അപ്പം ഇനി ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ. ഓക്കെ, അപ്പം ഇനി ഉറങ്ങി വെച്ചിട്ട് കാണാം. അപ്പോൾ ഞാനും യമോളും കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. കുറച്ച് നേരം നല്ലോണം ഉറങ്ങിയോ, നല്ല ബ്ലാങ്കറ്റിനുള്ളിലൊക്കെ പഴച്ചു മൂടി കിടന്ന്. ഇനിയിപ്പോൾ ചാടിച്ച് നിസ്കരിച്ചിട്ട് പോകും. ഞാനും യമോള് നല്ല ഉറങ്ങിയില്ല. യമോളെ നല്ല സുഖമുണ്ടായില്ലേ പുതപ്പിൽ കിടക്കാൻ? ഞങ്ങൾ ഈ പുതപ്പ് വെച്ചിട്ടാണ് കിടന്നത് കേട്ടോ, ഈ ബ്ലാങ്കറ്റ്. നല്ല സുഖമുണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ ഞങ്ങൾ ഇനി ചാടി സംസ്കരിച്ചിട്ട് ഞാൻ നേരെ കോട്ടേഴ്സിൽ പോകും. അപ്പോൾ ഇത്ര കൊള്ളിട്ടോ വ്ളോഗ്. ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ പെരി പോകണമെന്നും അങ്ങനെ എടുക്കുന്നില്ല കേട്ടോ. ചായ കുടിച്ചിട്ട് നേരെ അങ്ങനെ പോകും. അപ്പോൾ ചായ കുടിക്കട്ടെ, മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട്. അപ്പം നമ്മൾ ചായ കുടിച്ചിട്ടോ. റിയമോളോട് ഞാൻ പറയണത് ഇതാണ്, അമ്മമ്മയുടെ കടി പോയി വാങ്ങിക്കൊണ്ടെന്നോ എന്ന് പറയാണ്. അതാട്ടോ ഞങ്ങൾ രണ്ടാളും കൂടെ പറയണേ. ഇതെന്തോ ഒരു ബിസ്ക്കറ്റാട്ടോ, തേങ്ങൻ്റെ ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാനും അനിയത്തിയും ഉമ്മയും ഇപ്പയും ഞങ്ങളെല്ലാവരും ഇവിടെ റയ്യാനും എല്ലാവരും റീസിയൊക്കെ ഇരുന്ന് ചായ കുടിക്കുന്നു കേട്ടോ. നല്ല രസമുണ്ട് അതിൻ്റെ ബിസ്ക്കറ്റ് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ മുത്തുമണികളെ, എത്ര ഇട്ടോ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.